പിന്നെ ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മിസ്കൺസെപ്ഷനും ഒരുപാട് കാര്യങ്ങൾ കോൺട്രവേഴ്സീസ് അങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു ഫീൽഡാണ് മോഡലിംഗ് എന്ന് പറയുന്ന ഫാഷൻ ഫീൽഡ്. സോ അതിൻ്റെ ചാലഞ്ചസ് അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്തൊക്കെയാണ്? ഫാഷൻ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീമെറിറ്റ്സും നമുക്ക് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതുവരെയ്ക്കുള്ള എൻ്റെ ജേർണിയിൽ എനിക്കെല്ലാം നല്ല ഗുഡ് എക്സ്പീരിയൻസ്. നമ്മൾ സൊസൈറ്റിയിൽ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടായിട്ടില്ല. ഇത് ഈ പേജ് ഇൻ്റർവ്യൂവിലേക്ക് ഇറങ്ങിയപ്പോൾ അതെന്നെ തന്നെ വളരാനാണ് സഹായിച്ചിട്ടുള്ളത്. നമ്മളങ്ങനെയാണ്, നമ്മൾ കൂടുതൽ ഞാൻ ഏജായി പോകണമെന്നുള്ളത് തോന്നലുണ്ട്. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും കുറേ പേജൻസ് കുറേ ഷോസൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടെന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് നമ്മൾ വളരാനാണ് സഹായിക്കുന്നത്. ഒരു നെഗറ്റീവ് ഇത് എനിക്കിതുവരെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് പലപ്പോഴും ഒരു ഫാഷൻ മോഡൽ എന്നുള്ള ഇതിൽ പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ടിപ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കൊരു ടിപ്സ് തരുമെന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ കൂടെയുള്ളവരും കൂട്ടുകാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം അങ്ങനെ എന്താ ടിപ്സ് നമുക്ക് ഇവിടെ പ്രഷർക്ക് എന്താ കൊടുക്കാനുള്ളത്? പറയാനുള്ളത് നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, നമ്മൾ മറ്റുള്ള ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള കാര്യം സമയവും നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം. പിന്നെ ഈ കാറ്റ് വോക്കിൽ 2 വട്ടം പേജിൽ വന്നപ്പോഴും ബെസ്റ്റ് കാറ്റ് വോക്ക് അല്ലെങ്കിൽ മിസ് കാറ്റ് വോക്ക് എന്നുള്ള ഒരു ടൈറ്റിൽ കിട്ടിയെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്, ലൈക്ക് എങ്ങനെയാണ് ആ ഒരു കാറ്റ് വോക്കിൽ എക്സ്പെർട്ടൈസ് ആയത്? ഞാനെന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ മോഡലോ ഒന്നുമല്ല. നമുക്ക് ഈ ഇവരുടെ ഗ്രൂമിങ് ഡേയ്സ് ഉണ്ടല്ലോ, മിസ്സസ് കേരളയ്ക്ക് മുമ്പുണ്ടായിരുന്നു, മിസ്സസ് തൃശ്ശൂരിന് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ തരുന്ന ഗ്രൂമിങ് സെഷനും ആ 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ പഠിക്കുന്നത്. 2 ദിവസം കൊണ്ടാണ് ഈ 2 ഷോയിലും പഠിച്ചത്. ആ കിട്ടുന്ന ഒരു ഇതുകൊണ്ടാണ് നമ്മൾ അവർ പറയുന്ന മെയിൻ കാര്യങ്ങൾ കയ്യിലെടുക്കണം, നടക്കണം. സ്റ്റേജ് ഫിയർ ഇല്ലായിരുന്നോ? ഇല്ല, സ്റ്റേജ് ഫിയർ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ സ്റ്റേജിൽ കയറിയപ്പോൾ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നൊരു കാര്യമായതുകൊണ്ട് അത്രയും ഫ്രീ ആയിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റും. ഈ 2 സ്റ്റേജിലും എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് നിന്നത്. എന്താണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെവൽ? ഇപ്പോൾ ഒരു നഴ്സും ആണ്, അതുപോലെ ഈ ഫാഷൻ ആൻഡ് നഴ്സ് രണ്ട് ഫീൽഡാണ്. എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഇല്ല, അത് ഒക്കെ കൈൻഡ്നെസ് ഒരു വേറൊരു ഫീൽഡാണ്, വേറൊരു ഇതാണ്. ഇതൊരു തരം ഫാഷൻ. രണ്ടും കൂടെ ഭയങ്കര ചാലഞ്ചിങ് തോന്നിയിട്ടുണ്ട് മാനേജ് ചെയ്യാൻ. കാരണം കോൺട്രാസ്റ്റ് ആയ 2 സംഭവം അങ്ങനെ വേണം. എപ്പോഴും നമ്മൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാണ്ട് നമുക്ക് എപ്പോഴും കോൺട്രാസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബാലൻസ് ഉണ്ടാവില്ലേ? പോകാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ നഴ്സാണ്, ഫാഷനാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ഡ്രീം ഉണ്ടോ അച്ചീവ് ചെയ്യണമെന്ന്? ഞാനിപ്പോ വരുന്ന മിസ്സസിന്റെ കോമ്പറ്റീഷൻസിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഏജൻസ് വരുന്നുണ്ട്, അതിൽ ചിലതിൽ രജിസ്റ്റർ ചെയ്യാൻ ഓൾറെഡി ഞാൻ ചെയ്തു. പക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ അപ്ലോഡ് ആയതുകൊണ്ടും ലീവിന് നമുക്കൊരു പ്രശ്നം വന്നുള്ളൂ. എല്ലാത്തിലും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, അവർ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് വരാനായിട്ട്. അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. 2-3 ഷോ അങ്ങനെ മിസ്സായി പോയിട്ടുണ്ടല്ലേ? മൂവീസിനോട് താല്പര്യമുണ്ടോ? എനിക്ക് ആക്ടിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും നമ്മൾ റീൽസ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുമില്ല, ഒരു രസം, നമ്മളെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യാം. ഞാൻ എല്ലാവരോടും അത് തന്നെയാണ് പറയുക. നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിച്ച് നമ്മൾ ആഘോഷിക്കാം. അപ്പൊ അവസരങ്ങൾ വന്നാൽ നമുക്ക് അടുത്ത സിനിമയിൽ കാണാൻ പറ്റും എന്നാണ്? സിനിമ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ അതിനൊരു എന്റർടൈൻമെന്റ് അല്ലേ, ഇഷ്ടമാണ്. നല്ല അവസരങ്ങളൊക്കെ കിട്ടിയാൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഒരുപാട് മിസ് ഇന്ത്യ, അതുവരെയൊക്കെ മിസ്സസ് ഇന്ത്യ, അതുപോലെ പല ടൈറ്റിൽസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.